എന്താണ് അല്ലാഹു പറഞ്ഞത്? വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇംറാനിലെ 160-160ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്, ഇൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇയഖുദുലുകും ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദി വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇംറാൻ 3ാമത്തെ അധ്യായമാണ്. ഫാത്തിഹ കഴിഞ്ഞാൽ ബഖറ കഴിഞ്ഞാൽ ആലി ഇംറാൻ എന്ന് പറയുന്ന ഇമ്രാന്റെ കുടുംബത്തെ സംബന്ധിച്ച് വിവരിക്കുന്ന അധ്യായമാണ്. ഈ അധ്യായത്തിലെ 160ാമത്തെ സൂക്തത്തിലൂടെ പടച്ചതമ്പുരാൻ നമ്മോട് പറയുന്നതെന്താ? ഇൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇയഖുദുലുകും ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദിഹി വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹു പറയുകയാണ്, അല്ലാഹു നിങ്ങളെ സഹായിക്കുന്ന പക്ഷം പടച്ചവൻ നിങ്ങളെ ഏറ്റെടുത്താൽ, അല്ലാഹു നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവന്റെ സഹായം നിങ്ങൾക്ക് വന്നാൽ, അല്ലാഹുവിന്റെ സഹായമല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ മർമ്മപ്രധാനമായത്? അവന്റെ സഹായമില്ലാതെ കണ്ണും നിമവെട്ടാൻ നമുക്ക് കഴിയുമോ? കാലൊന്ന് ചലിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? വിരളം നനക്കാൻ നമുക്ക് കഴിയുമോ? നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഒന്ന് ചിരിക്കാനും നടക്കാനും ഇരിക്കാനും നിൽക്കാനും കരയാനും നമുക്ക് കഴിയില്ല. അല്ലാഹുവിന്റെ സഹായമില്ലാതെ ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് എഴുന്നേക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ആ പടച്ചവന്റെ സഹായം നിങ്ങൾക്ക് വന്നാ സഹോദരങ്ങളെ, അല്ല തന്നെ പറയുകയാ, ഫലാ ഗാലിബ ലക്കും. ഒരു പൊന്നുമോനും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ശക്തിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു രാജ്യത്തിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഭരണകൂടത്തിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സംഘടനയ്ക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരു സമൂഹത്തിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതാരാണ് പറയുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. സർവ്വലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവജ്ഞനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ സംരക്ഷകൻ, നമ്മുടെ സംഹാരകൻ അല്ലാഹുവാണ് നമ്മളോട് പറയുന്നത്. ഏത് ഘട്ടത്തിലും നമ്മളെ സഹായിക്കാൻ അവനുണ്ട്. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അല്ലാഹുവിന്റെ സഹായം നമ്മുടെ മുമ്പിലുണ്ട്. അല്ല നമ്മളെ കൈയൊഴിയൂല. ആര് നമ്മളെ കൈയൊഴിഞ്ഞാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കൈയൊഴിയില്ല. ആ സഹായം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അല്ല പറയുന്നു, ഫലാ ഗാലിബ ലക്കും. ഒരാൾക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലോകത്ത് ആരൊക്കെ എന്തൊക്കെ കൂട്ടം കൂടിയാൽ നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആരൊക്കെ നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് നാശമില്ല. എന്നിട്ട് അല്ല ഒന്നുകൂടി പറഞ്ഞു, അല്ല നിങ്ങളെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ, ആരാണടാ ഉള്ളത്? ഏത് രാജ്യത്തിന്റെ അധിപനാടാ നിങ്ങൾക്കുള്ളത്? അല്ലാഹു അല്ലാതെ നിങ്ങളെ സഹായിക്കാൻ വേറെ ആരാ ഉള്ളത്? അല്ല നിങ്ങളെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ, അല്ല നിങ്ങളെ തകർക്കാൻ തീരുമാനിച്ചാൽ, അല്ലാഹു നിങ്ങളെ നാട്ടിലിട്ട് നിങ്ങളെ വേട്ടയാടപ്പെടാൻ തീരുമാനിച്ചാൽ ഒരാൾക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഒരു ഗവൺമെന്റിന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഒരു സംവിധാനങ്ങൾക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇതെന്തിനാ നമ്മളോടല്ല പറയുന്നത്? അത് അടുത്ത ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഈമാൻ ഹൃദയത്തിലുള്ളവരെ, വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളത്തിൽ ഈമാൻ രൂഢമൂലമാക്കപ്പെട്ടവരെ, നിങ്ങൾ സർവ്വതും റബ്ബിനെ ഏൽപ്പിക്കുക. നിങ്ങൾ സൃഷ്ടികളെ ഏൽപ്പിക്കണ്ട. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും പടച്ചവനെ ഏൽപ്പിക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ മുഴുവനും അല്ലാഹുവിനെ ഏൽപ്പിക്കുക. കാരണം അവൻ നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ തകർക്കാൻ ലോകത്താർക്കും കഴിയില്ല. അവൻ നിങ്ങളെ തകർത്താൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ടല്ലേ ഇന്ന് ഇശാ നമസ്കാരം നിർവഹിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് എന്താ ചൊല്ലിയത്? എന്താ നമ്മൾ ഓരോ ദിവസം നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ചെല്ലുന്നത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത. എന്താ പറയുന്നത് എന്റെ സഹോദരങ്ങളെ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, നീ തന്നാ തടയാൻ ആർക്കും കഴിയില്ല. നീ എനിക്ക് എന്ത് തന്നാലും
സന്താനങ്ങളാകട്ടെ, സമ്പത്താകട്ടെ, സൗകര്യങ്ങളാകട്ടെ, പ്രശസ്തിയാകട്ടെ, പ്രസിദ്ധിയാകട്ടെ, എന്ത് നീ എനിക്ക് തന്നാലും അത് തടയാൻ ലോകത്ത് ആർക്കും കഴിയില്ല പടച്ചവനെ. നീ തടഞ്ഞവന് കൊടുക്കാൻ ലോകത്ത് എത്ര വലിയ വിശാലമായ ഖജനാവിന്റെ അധിപന്മാർക്കും കഴിയില്ല പടച്ചവനെ. നീ ഒരു വിധി വിധിച്ചാൽ അതിനെ തടയാൻ ലോകത്താർക്കും കഴിയില്ല. നീ ഒരു വിധി വിധിച്ചാൽ അത് തടുക്കാൻ ലോകത്താർക്കും കഴിയില്ല. എത്ര വലിയ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഒരിക്കലും തടയാൻ കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, പറന്നുയരുന്ന വിമാനം, ആ പറന്നുയരുന്ന വിമാനത്തിൽ നിന്ന് സഹോദരങ്ങളെ, ഒരു പക്ഷേ ആ വിമാനം പറന്നു പോകുമ്പോൾ സമുദ്രത്തിലെങ്ങാനും പതിച്ചു പോയാൽ ആ സമുദ്രത്തിൽ വീണു പോകുന്ന വിമാനം സ്വന്തമായിട്ട് സടകുടഞ്ഞെഴുന്നേക്കാൻ സംവിധാനമുള്ള എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് വരുന്ന സർവ്വസന്നാഹങ്ങളെയും എല്ലാ സംവിധാനങ്ങളെയും റഡാറിന്റെ സംവിധാനത്തിൽ കണ്ടെത്തിയിട്ട് അതിനെയെല്ലാം നിർവീര്യമാക്കി കളയാൻ കഴിയുന്ന രീതിയിലുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ സൈന്യാധിപൻ സഞ്ചരിച്ച ആ ഹെലികോപ്റ്ററിലെ തമിഴ്നാട്ടിൽ തകർന്നു വീണത് എന്തേ? അള്ളാഹുവിന്റെ ഒരു തീരുമാനം വന്നാൽ, ആ തീരുമാനം പടച്ചവൻ തീരുമാനിച്ചാൽ, അവന്റെ തീരുമാനം വന്നാൽ എന്തൊക്കെ റഡാറുകൾ ഉണ്ടെങ്കിലും എന്തൊക്കെ ഭൗതിക സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഒന്നും അതിനെ തടയാൻ കഴിയില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും പറയുന്നു, വലാ മുബദ്ദില ലിമാ ഹക്കംത, നിന്റെ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല, നിന്റെ വിധിയെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല. ഈ ഒരു വിധി വിധിച്ചാൽ അതിനെ ചേഞ്ച് വരുത്താൻ ലോകത്ത് ആർക്കും കഴിയില്ല. ഇത് ഞാനും നിങ്ങളും 5 നേരത്തെ നമസ്കാരത്തിന്റെ ശേഷം നമ്മൾ പറയുന്നതാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മുടെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ശ്രേഷ്ഠമായ ആ ഭരമേൽപ്പിക്കുക എന്ന തവക്കലിന്റെ മഹത്വം പഠിപ്പിച്ചു തരുന്നത് ഈ ഒരൊറ്റ ആയത്ത് മാത്രം മതി. അതുകൊണ്ട് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. നമ്മൾ ഒന്നും ഏക്കണ്ട. ഇന്ന് നമ്മൾ ഒന്നും ഏക്കണ്ട എന്ന് പറയുമ്പോൾ, എന്നാ പിന്നെ പടച്ചോ നാളെ വന്ന് കട ഉറക്കട്ടെ, ഞാൻ വീട്ടിൽ ഇരിക്കാം, അതല്ല, അത് പറയുന്നുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. നിങ്ങൾ അവസാന ഭാഗം വരെ ഇരിക്കും. 2 മണിക്കൂർ, 1 സെക്കൻഡ്, 1 മിനിറ്റ് അധികം എടുക്കൂല. ഇൻഷാ അല്ലാഹ് സഫീർ ഖാൻ മന്നാനി 8:30 മണിക്ക് വേദി ഒഴിഞ്ഞു തന്നു. 10:15 ദുആരക്കും, 10:30 സലാത്ത് ചൊല്ലി പിരിയും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? മകളുടെ കല്യാണം വന്നു, നമ്മൾ ചെയ്യുന്ന എന്താണ്? ഈ മകളുടെ കല്യാണം വരുമ്പോ ആദ്യം നമ്മൾ സ്വർണം പണയം വെക്കാൻ നോക്കും. അത് പണയം വെച്ചാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അത് വിൽക്കാൻ നോക്കും. എന്നിട്ട് വിറ്റ്, അല്ലെങ്കിൽ നമ്മൾ നാട്ടിലുള്ള ഓരോ പ്രമുഖരായ വട്ടിപ്പലിശക്കാര്, ബ്ലേഡ് പലിശക്കാര്, പലിശ കൊണ്ട് വയറ് നിറയ്ക്കുന്ന, പള്ള വീർപ്പിക്കുന്ന നാട്ടിലെ നാണം കെട്ട പലിശക്കാരന്റെ വീട്ടിന്റെ മുമ്പിൽ ചെന്ന് നായ്ക്കളെ പോലെ നിരങ്ങി നടന്നിട്ട് നമ്മൾ ചോദിക്കും, ആ പലിശ പണം കിട്ടിയാൽ നമ്മളുടെ കാര്യം റാഹത്തായി. അത് കിട്ടിയില്ലെങ്കിലോ നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ ലോൺ എടുക്കും, അല്ലെങ്കിൽ മറ്റേ സംവിധാനങ്ങൾ ചെയ്യും. ഇതൊന്നും ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. ഞാൻ വിശദീകരിക്കുന്നില്ല. വിശദീകരണവും തഫ്സീറും ബയാനും കൂടിയാൽ വിഷയം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്ത് അവസാനം നടക്കാതെ വന്നു, കല്യാണത്തിന്റെ ദിവസമെത്തി. ആ സമയത്ത് നമ്മൾ പറയുന്നത് എന്താ? വീട്ടില് കോലായിൽ, വീടിന്റെ സിറ്റ് ഔട്ടിൽ കസേര പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിൽ മണിയറ ഒരുക്കേണ്ട റൂമിനകത്ത് മകള് കിടക്കുമ്പോ അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ പുറക്കി എറിയുകയാണ് ഉമ്മ. കാരണം ഒരു ഭാഗത്ത് സങ്കടം, ഒരു ഭാഗത്ത് ദേഷ്യം. എന്ത് ചെയ്യാനാണ്? അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ വാപ്പ പറയുന്നൊരു വാക്കുണ്ട്, ഇനിയെല്ലാം പടച്ചവന്റെ കയ്യിൽ. ഏത്? ചേലയിലെ പലിശക്കാരൻ കഴിഞ്ഞ് മൂഴിയിലെ ബ്ലേഡ് പലിശ, ഞാൻ ഒരു ഉദാഹരണം പറയാണ് കേട്ടാ. പലിശക്കാരൻ കഴിഞ്ഞ് നാട്ടിലുള്ള എല്ലാ ബാങ്കും കഴിഞ്ഞ് എല്ലാ ലോൺ കിട്ടുന്ന പ്രദേശങ്ങളും കഴിഞ്ഞ് അവസാനം നമ്മൾ കൊടുക്കുന്ന ഒരു വില നമ്മുടെ പടച്ചോന്, നമ്മുടെ പാച്ചോൻ അങ്ങനത്തെ ഒരു കാര്യം വേണ്ട. പാച്ചോൻ ആദ്യം ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ പോയാൽ മതി, ഇല്ലാതെ അള്ളാഹ്ക്ക് നമ്മുടെ ഇതൊന്നും വേണ്ട. അള്ളാഹ് നമ്മുടെ കാര്യം ഏറ്റെടുക്കും. എന്തു വേണം? ആദ്യം നമ്മൾ റബ്ബിനെ ഏൽപ്പിക്കണം, ആദ്യം നമ്മൾ പടച്ചവനെ ഏൽപ്പിക്കണം. അള്ളാഹുവേ, ഞാൻ എന്റെ മകളുടെ വിവാഹമാണ്, നീ സഹായിക്കണം, എന്റെ കയ്യിൽ ഒന്നുമില്ല, നീ തന്നാലേ എനിക്ക് നിറയൂ.
നീ തടുത്താൽ ആരും തന്നാലും എനിക്ക് തികയില്ല, നീ വിധിച്ചാൽ ആ വിധിയെ മാറ്റാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് റബ്ബേ, എന്റെ മകളുടെ വിവാഹമാണ്. എല്ലാ സ്ത്രീകളെ പോലെയും എന്റെ മകൾക്കും ആഗ്രഹങ്ങളുണ്ട്, വികാരമുണ്ട്, വിചാരമുണ്ട്, എനിക്കും ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ തേടുകയാ റബ്ബേ, എന്നെ കൈയൊഴിയല്ലേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നോക്ക്. നിന്റെ മകളെ കൂട്ടത്തിൽ 2 പെണ്ണുങ്ങളുടെ കെട്ടിക്കാനുള്ള പൈസ നിനക്ക് വരും. അതാണ് തവക്കുൽ എന്ന് പറയുന്നത്. റബ്ബിനെ ഏൽപ്പിക്കണം, നമ്മൾ ഏറ്റെടുക്കരുത്. മുഖത്തൊരു മുഖക്കുരു വന്നു, മെഡിക്കൽ സ്റ്റോർ ആദ്യമൊക്കെ അത് പല രീതിയിലും ക്രീമൊക്കെ ഇട്ട് പോകുമെന്ന് കരുതി, പോയില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പോൾ പറഞ്ഞു, ഒരു പ്രത്യേക ക്രീം എഴുതി കൊടുത്തു, അതിട്ടിട്ടും പോകുന്നില്ല. എന്നിട്ട് അവസാനം സംശയം വന്നപ്പോ അത് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചു. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് സംശയമുണ്ട്. അങ്ങനെ അവസാനം ആ സംശയമുണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ റഫർ ചെയ്തു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയി, അവിടെ നിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ചു. അതിന്റെ റിപ്പോർട്ട് വന്നു, പത്തോളജിയിൽ നിന്ന് റിപ്പോർട്ട് വന്നു. അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾക്ക് ക്യാൻസർ ആണ്. നമ്മളെന്താ പറയുന്നത്? ഇനി എന്റെ റബ്ബിന്റെ കയ്യിലാണുള്ളത്, ഇനി പടച്ചവന്റെ കയ്യിലാണുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആദ്യം നമ്മൾ സർവ്വതും സമർപ്പിക്കേണ്ടത് നമ്മുടെ പടച്ചവനാണ്. ആ പടച്ചവനെ ഏൽപ്പിച്ചാൽ എന്തും കാര്യങ്ങളും നിസ്സാരമാക്കി തരാൻ അള്ളാഹുവിന് കഴിവുണ്ട്. കാരണം അവനാണ് ഈ രാജ്യത്തിന്റെ, ഈ ലോകത്തിന്റെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അവനാണ് ഈ ലോകത്തെ സംരക്ഷിക്കുന്നവൻ, അവനാണ് അവസാനം ഇതിനെ സംഹരിക്കുന്നവൻ. അതുകൊണ്ട് അവന്റെ സഹായമല്ലാതെ വേറെ ഒന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് അവനെ ആദ്യം കൊണ്ട് ഏൽപ്പിക്കണം. മഹാന്മാരായ ഉലമാക്കള്, മുത്തവക്കിലീങ്ങൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നതിന് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരു മനുഷ്യനെ ശത്രുക്കളെല്ലാം കൂടി ഓടിച്ച് അവസാനം അയാൾ ചെന്ന് ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിലുള്ള ഒരു കോട്ട, ആ കോട്ടയ്ക്കകത്ത് കയറി. ആ കോട്ടയുടെ അകത്ത് കയറിയപ്പോൾ ഇനി ഒരിക്കലും ഈ ഓടിച്ച ശത്രുക്കൾക്ക് അയാളെ പിടിക്കാൻ കഴിയില്ല. അയാൾ കോട്ടവാതിലടച്ചു. അതിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് പുറത്ത് നിൽക്കുന്നവരെ നന്നായിട്ട് കാണാം. ശത്രുക്കൾ അങ്ങനെ നിൽക്കുന്നത് ഈ കോട്ടയ്ക്കകത്ത് നിൽക്കുന്നവൻ കാണുകയാണ്. പക്ഷേ പുറത്ത് നിൽക്കുന്ന ശത്രുക്കൾക്ക് അവനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ സുരക്ഷിതനായി കോട്ടയുടെ അകത്തളത്തിൽ നിൽക്കുന്നു. അവിടെ നടക്കുന്ന മുഴുവനും അവൻ ലൈവായിട്ട് കാണുന്നു. പക്ഷെ പുറത്തു നിൽക്കുന്നവർക്ക് ഒരാൾക്ക് പോലും അവനെ ഉപദ്രവിക്കാൻ കഴിയുന്നില്ല. അവൻ എന്ത് ഭയമാവുള്ളത്? ഇതാണ് മുത്തവക്കിലിന്റെ ഭരമേൽപ്പിക്കുന്നവന്റെ ഉപമയെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ ആളുകൾ പറയും, എന്താ ചെയ്യാ ഇനി? അതൊക്കെ ആളുകൾ ഇങ്ങനെ പറയും. വല്ലാത്ത കഷ്ടമാണല്ലോ. നമ്മുടെ മനസ്സിൽ എന്താണ്? ശത്രുക്കൾ കോട്ടയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ ആളുകളുടെ പറച്ചിലുകൾ, ആളുകളുടെ സംഭാഷണങ്ങളൊക്കെ നമ്മൾ നോക്കിക്കാണും. ഉള്ളില് ഞാൻ സുരക്ഷിതനാണ്, ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഇനി എന്റെ റബ്ബ് നോക്കിക്കോളും എന്നൊരുറച്ച വിശ്വാസം. ആ വിശ്വാസം വേണം പ്രിയപ്പെട്ടവരെ. ഇനി അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ജീവിക്കാൻ പറ്റും. മുമ്പൊക്കെ ആണെങ്കിൽ അതില്ലെങ്കിലും അള്ളാഹു അങ്ങ് തട്ടി വിടുമായിരുന്നു. ഇനി അതൊന്നും ഇല്ലാതെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ഒരു ധാരണയും നമുക്ക് വേണ്ട. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും തവക്കുലുള്ളവരായി മാറണം. 9 ആയത്തുകളിലൂടെയാണ് ഹബീബായ നബി തങ്ങളോട് അല്ലാഹു തആല തവക്കുൽ ചെയ്യാൻ പറഞ്ഞത്. 9 ആയത്തുകളിലാണ് അല്ലാഹു തആല നബി തങ്ങളോട് തവക്കുലാക്കാൻ പറഞ്ഞത്. അതിൽ 4 ആയത്തുകൾ വിശുദ്ധമായ മക്കത്ത് വെച്ച് അവതരിപ്പിക്കപ്പെട്ടതാ. 5 ആയത്തുകൾ അങ്ങ് മദീനയിൽ ചെന്നതിന് ശേഷം അവതരിപ്പിക്കപ്പെട്ടതാ. അത് തൽക്കാലം നമുക്ക് പറയാനുള്ള സമയമില്ല, വിശദീകരണം ഒരുപാട് വേണ്ടതാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന്, ഈ തവക്കുലിന്റെ വിഷയത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് ഞാൻ തിരിയുകയാ. എന്താ തവക്കുലെന്നറിയോ? കാര്യകാരണങ്ങളെ നമ്മൾ തവക്കുലാക്കുമ്പോ അതിന്റെ കാര്യകാരണങ്ങളെ മുഴുവനും നമ്മൾ ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, അല്ലാത്തത് നമുക്കൊരിക്കലും ചെയ്തു തരില്ല അല്ലാഹു തആല. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് നമ്മൾ പറയുകയാണ്, ഇനി റബ്ബ് നോക്കിയോട്ടെ, ഞാൻ തവക്കലിട്ടു അലല്ലാ. പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വാഹനം മുന്നോട്ട് പോകില്ല, പോയാൽ മറ്റെവിടെങ്കിലും ഇടിച്ചു നിൽക്കും. എന്തുകൊണ്ടെന്നറിയോ? അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാ, ഒരു ദിവസം മദീനത്തുൻ നബവിയുടെ മുന്നിൽ അതാ ഒരു മനുഷ്യൻ ഒട്ടകപ്പുറത്ത് കയറി വരികയാ. ഒട്ടകപ്പുറത്ത് കയറി വന്നു. എന്നിട്ട് മദീനയുടെ മുന്നിൽ വന്ന ആ മനുഷ്യൻ അങ്ങ് ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങുമ്പോ അനസ്
അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇരിക്കുകയാ. അനസ് റളിയല്ലാഹു പറയുകയാണ്, ഈ മനുഷ്യൻ വന്ന് നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ അതവക്കലു യാ ഹബീബല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭരമേൽപ്പിക്കട്ടെ നബിയേ, ഞാൻ എന്റെ ഒട്ടകത്തെ റബ്ബിനെ ഏൽപ്പിക്കട്ടെ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്തെന്നറിയോ? നീ പെട്ടെന്ന് ചെന്ന് ഒട്ടകത്തെ കെട്ടിയിട്, എന്നിട്ട് നീ അല്ലാഹുവിനെ ഭരമേൽപ്പിക്ക്. നീ ഒട്ടകത്തെ കെട്ടിയിടാതെ അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചാൽ ഒട്ടകം പോവും. അത് റബ്ബിന് കഴിവില്ലാത്തതിന്റെ പേരിലല്ല, നീ ആദ്യം റബ്ബിനെ ഏൽപ്പിക്കാത്തതിന്റെ പേരിലുള്ള പടച്ചവന്റെ പിണക്കവുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് എല്ലാ സബബുകൾ കൊണ്ടാണ് പടച്ചതമ്പുരാൻ കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഡ്യൂട്ടി നീ നിർവഹിക്കണം. നീ ചെന്നിട്ട് ആ ഒട്ടകത്തെ ബന്ധിക്കുക, ബന്ധിച്ചിട്ട് നീ വരിക, എന്നിട്ട് അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും ഒട്ടകം അവിടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ടല്ലേ ഒരു മഹാൻ പറഞ്ഞത്, തവക്കൽ അലർ റഹ്മാനി ഫിൽ അംരി കുല്ലിഹി വലാ തർഗബൻ ഫിൽ അജ്സി യൗമൻ അനി ത്വലബി അലം തറ അന്നല്ലാഹ ഖാല ലിമർയമി വഹുസി ഇലൈകിൽ ജിദ്അ യസാഖതു റതബു വലൗ ശാഅ അൻ തജ്നി യഹു മിൻ ഗൈരി ഹിസ്സതി ജനതുഹു വലാകിൻ കുല്ലു ശൈഇൻ ലഹു സബബു. ആ മഹാൻ പറഞ്ഞ ഈ 3 വരി ബൈത്ത് മതി എന്റെ പ്രിയപ്പെട്ടവരെ. എന്താണ് പറയുന്നത്? തവക്കൽ അലർ റഹ്മാനി ഫിൽ അംരി കുല്ലിഹി, എല്ലാ വിഷയത്തിലും നീ അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുക. വലാ തർഗബൻ ഫിൽ അജ്സി യൗമൻ അനി തലബി, അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നീ അശക്തനായി ഒന്നും തേടാതെ ഒന്നും ചെയ്യാതെ വീട്ടിനകത്ത് ചടഞ്ഞിരിക്കല്ലേ മോനെ. എല്ലാം നിന്റെ റബ്ബ് നോക്കിക്കോളുമെന്ന് പറഞ്ഞിട്ട് കട തുറന്നിടാതെ നീ വീട്ടിനകത്ത് കയറി കിടക്കല്ലേ. എല്ലാ റബ്ബ് നോക്കിക്കോളുമെന്ന് പറഞ്ഞിട്ട് നീ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോ സ്റ്റീറിംഗിൽ പിടിക്കാതിരിക്കല്ലേ മോനെ. നീ ഒരിക്കലും ആ വിഷയത്തിൽ അശക്തനാകരുത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഒരു ഇടപെടൽ പറയുകയാണ്, അലം തറ അന്നല്ലാഹ ഖാല ലിമർയമി വഹുസി ഇലൈകിൽ ജിദ്അ യസാഖതു റതബു. അല്ലാഹുവിനെ നീ കണ്ടിട്ടില്ലേ? മറിയം ബീവിയോട് അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഹുസി ഇലൈകി ബിൽ ജിദ്ഇ, നീ ആ ഈത്തപ്പനെ കൊലയൊന്ന് പിടിച്ച് ചാക്കി മറിയമേ, എന്നിട്ട് അതിൽ നിന്ന് പെറുക്കി തിന്നു മറിയമേ. സഹോദരങ്ങളെ, അത് എന്താണെന്ന് ഞാൻ പറയാ. വീണ്ടും ആ മഹാൻ പറയുകയാണ്, മറിയം ബീവിയോട് ഈത്തപ്പനയിൽ നിന്ന് കൊല വലിച്ചെടുത്തിട്ട് അതിന്റെ പഴം പറിച്ചെടുത്തിട്ട് അത് ചവച്ച് നീ തിന്നണമെന്ന് അല്ലാഹു ആ മറിയമിനോട് പറഞ്ഞില്ലേ? വലൗ ശാഅ അൻ തജ്നിയഹു മിൻ ഗൈരി ഹിസ്സതി ജനതുഹു വലാകിൻ കുല്ലു ശൈഇൻ ലഹു സബബു. അല്ലാഹ് വിചാരിച്ചിരുന്നെങ്കിൽ, അല്ലാഹ്ക്ക് കഴിവുണ്ടല്ലോ, അല്ലാഹ് തീരുമാനിച്ചിരുന്നെങ്കിൽ, അല്ലാഹ് ചിന്തിച്ചിരുന്നെങ്കിൽ മറിയം ബീവിക്ക് ആ കൊലയെ തന്റെ മുന്നിലേക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അല്ലാഹു പറഞ്ഞത്, മറിയമേ നീ അത് പിടിച്ച് ചായ്ച്ചിട്ട് അതിൽ നിന്ന് പറിച്ചു തിന്നാൻ വേണ്ടിയിട്ടാ. ഇതെന്താ സംഭവം എന്നറിയോ? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായി നമുക്കറിയുമല്ലോ. മറിയം ബീവിയെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രാത്രിയാ ഇന്നലത്തെ രാത്രി. അതിലേറെ ചർച്ച ചെയ്യപ്പെട്ട രാത്രിയാണ് സഹോദരങ്ങളെ 6 ദിവസങ്ങൾക്ക് മുമ്പുള്ള ക്രിസ്മസ് രാത്രിയിൽ. ഇന്നലെയും ചർച്ച ചെയ്യപ്പെട്ടു. 6 ദിവസങ്ങൾക്ക് മുമ്പ് ക്രിസ്മസ് രാത്രിയിലും ചർച്ച ചെയ്യപ്പെട്ടു. ഇവിടെ ഞാൻ പറയുന്നു, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ എന്ന യേശുവെന്ന ഈസാ നബിയുടെ പ്രിയപ്പെട്ട ഉമ്മ മറിയം ബീവി പരിപൂർണ ഗർഭിണിയായി. എങ്ങനെയാണ്? ദിവ്യഗർഭമാണ്, അല്ലാഹുവിന്റെ ഇടപെടലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം കുപ്പായത്തിന്റെ ഉള്ളിലൂടെ ഊതിക്കൊടുത്ത് ഗർഭം വന്നതാ. ഇത് ഖുർആനിന്റെ സാക്ഷ്യമാണ്, ഇത് ഖുർആൻ സമ്മതിച്ച കാര്യമാണ്. ആ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയാകുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവരെ, ഒരു ഭർത്താവില്ലാത്ത ഞാൻ എങ്ങനെയാണ് ഗർഭിണിയായതെന്ന് ചോദിച്ചാൽ
എന്റെ റബ്ബേ, ജനങ്ങളോട് ഞാൻ എന്താ പറയുക? ഇന്ന് വലിയ അത്ഭുതമൊന്നുമല്ല, പക്ഷെ അന്ന് വലിയ അത്ഭുതമാണ്. മാത്രമല്ല, ഹന്നാ ബീവിയുടെ ഇമ്രാന്റെ പൊന്നുമോള് മറിയം ചെറിയ പ്രായം മുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പെണ്ണ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൊച്ചുമ്മയുടെ ഭർത്താവ് സക്കരിയ നബി അലൈഹിസ്സലാം പള്ളിയിലെ ഇമാമായിരിക്കുമ്പോ ആ മെഹ്റാബിനകത്ത് ആ കൊച്ചുകുട്ടിയായി മദ്രസയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ പ്രസംഗ പീഠത്തിൽ മിമ്പറിന്റെ ഭാഗത്ത് മനോഹരമായ സുഭിക്ഷമായ ഫലവർഗ്ഗങ്ങൾ കണ്ടപ്പോ അന്നാലകി ഹാദാ, ഇതെവിടെ നിന്ന് കിട്ടി മോളെ എന്ന് ചോദിച്ച കൊച്ചാപ്പയോട് സക്കരിയ നബിയോട് മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഹാദാ ഹുവ മിൻ ഇൻദില്ലാ, ഇതെനിക്ക് എന്റെ റബ്ബ് തന്നതാ. സീസണും അൺസീസണുമുള്ള ഫ്രൂട്ട്സുകൾ നമ്മുടെ മുമ്പിലില്ലേ? ആ സമയത്ത്, ആ കാലത്ത്, ആ നാട്ടിൽ കിട്ടാത്ത ഫലവർഗ്ഗങ്ങൾ അല്ലാഹു അത്ഭുതകരമായി ആകാശത്തിന്റെ കീറുകൾ, ആകാശത്തിന്റെ മറകൾ കീറി അല്ലാഹു തആല ഇറക്കി കൊടുത്ത ചെറിയ പ്രായത്തിൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പെണ്ണാണല്ലോ മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ആ മറിയം ബീവി പഴച്ചെന്ന് പറയാൻ പറ്റോ? ഇന്ന് ജൂതന്മാര് പറയുന്നുണ്ട് മറിയം ബീവി വ്യഭിചാരിണിയായിരുന്നുവെന്ന്. ഇന്ന് ജൂതന്മാര് പറയുന്നുണ്ട് അവർ വേശ്യയായിരുന്നു എന്ന്. ഏത് ജൂതനാണോ? ഇസ്രായേൽ പ്രതിദാനം ചെയ്യുന്ന ജൂതന്മാര് പറയുന്നുണ്ട്. അമേരിക്ക പ്രതിദാനം ചെയ്യുന്ന ക്രൈസ്തവ സഭകളുടെ നേതാവായ മറിയം ബീവി എന്ന ആ പ്രിയപ്പെട്ട മാതാവ് വേശ്യയായിരുന്നു എന്ന്. എന്നിട്ടോ ആ വേശ്യ എന്നവരുടെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മാതാവിനെ തെറിവിളിക്കുന്നവരോട് കൂട്ടുകൂടുന്നത് ഇസ്ലാമിനെ തകർക്കാനാ. അതാണ് പറയുന്നത്, ആദർശത്തിന്റെ പാപ്പരത്വമാണ്, വിവരം വെക്കാത്തൊരു തലം സമൂഹമാണ്. അങ്ങനെ ആ ജൂതന്മാര് ആക്ഷേപിക്കുമ്പോൾ, ജൂതന്മാര് വിമർശിക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞത് എന്താണ്? ഇല്ല, മറിയം ബീവി ഗർഭിണിയായത് അള്ളാഹുവിന്റെ ഇടപെടൽ മൂലമാണ്. അവര് വേശ്യാവൃത്തി നടത്തിയില്ല, അവരഭിസാരികയല്ല, അവരൊരിക്കലും ശരീരം വിറ്റവരല്ല. എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഇടപെടൽ വന്ന് ഗർഭിണിയായി? ആ സമയത്ത് അവർ അള്ളാഹുവിനോട് പറഞ്ഞു, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. പടച്ചവനെ, ഞാൻ അങ്ങ് മരിച്ചു പോയെങ്കിൽ അല്ലാഹ് എന്നെ ജനങ്ങൾ എന്നേ വിസ്മരിച്ചു. മറുപടി യാ റബ്ബേ പറയുക, ഞാൻ എന്ത് മറുപടിയാ തമ്പുരാനെ ജനങ്ങളോട് പറയുക? ഇതാര് തന്ന ഗർഭമെന്നാ പറയുക? ആ സമയത്ത് അല്ലാഹു അതിനെപ്പറ്റിയല്ല മറുപടി കൊടുത്തത്. മറിയം ബീവിയോട് അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നല്ല പറഞ്ഞില്ല. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ല പറഞ്ഞത്, ലാ തഹ്സനി, വിഷമിക്കണ്ട മോളെ, വിഷമിക്കണ്ട മോളെ. വിശക്കുന്നുണ്ടല്ലേ, വിശക്കുന്നുണ്ടല്ലേ, ദാഹിക്കുന്നുണ്ടല്ലേ? ഒരു പേറ്റുനോവുള്ള പെണ്ണ്, ഒരു ഗർഭിണിയായ പെണ്ണിന് എന്തെല്ലാം മോഹങ്ങൾ കാണും, അവൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ കാണും, തിന്നാനും കുടിക്കാനും, അവൾക്ക് ഇഷ്ടമുള്ള ആഹാരം വാങ്ങിക്കൊടുക്കാൻ ഭർത്താവ് ഓടി നടക്കുന്നത് കണ്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അല്ല ചോദിച്ചു, മോളെ നിനക്ക് ഭർത്താവില്ലല്ലോ, നിനക്ക് വല്ലാത്ത ദാഹമുണ്ടല്ലേ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ജഅല റബ്ബുകി തഹ്തകി സരിയാ, ഈ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ഒരു നല്ല കളകളാരവം മുഴങ്ങുന്ന ഒരു ചെറിയ അരുവിയുണ്ട് മറിയമേ. അവിടെ ചെല്ല്, നീ അതിൽ നിന്നൊരു കൈക്കുമ്പിൾ വെള്ളം എടുത്തു കുടിക്കേ. എന്നിട്ട് വിശക്കുമ്പോൾ ആ കാണുന്ന ഈത്തപ്പന മരത്തെ പിടിച്ച് കുലുക്കിയിട്ട് ഈത്തപ്പഴം പെറുക്കി തിന്നിട്ട് നിന്റെ വിശപ്പടക്കണം മറിയമേ, നിന്റെ വിശപ്പടക്കണം മറിയമേ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുകയാ. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണ്ട മുസ്ലിമേ, എന്നെ കേൾക്കുന്ന സഹോദരിമാരൊന്ന് ചിന്തിക്കണേ. എന്തേ ചെറിയ പ്രായത്തിൽ മെഹ്റാബിനകത്ത് അത്ഭുതകരമായ നിലയിൽ അല്ലാഹു പഴവർഗ്ഗങ്ങൾ കൊടുത്തു, അവരിഷ്ടപ്പെടുന്ന പഴവർഗ്ഗങ്ങൾ കൊടുത്തു. ആ പഴവർഗ്ഗങ്ങൾ കൊടുത്ത പടച്ചതമ്പുരാൻ എന്തേ അല്പം കൂടി അബലയായപ്പോൾ, ഗർഭിണിയായപ്പോൾ, ഒന്നിനും കൊള്ളാത്ത നിലയിൽ അവൾ പേറ്റുനോവ് അനുഭവിക്കുന്ന സമയത്ത്, അവളുടെ വയറ് നിറഞ്ഞു നിൽക്കുമ്പോൾ അല്ലാഹു എന്തേ അത് ചെയ്യാത്തത്? പക്ഷെ അല്ലാഹു പഠിപ്പിച്ചത് അങ്ങനെയല്ല. മറിയമേ, ചെറിയ പ്രായത്തിൽ നിനക്ക് ഞാൻ ഇതൊക്കെ തന്നു, പക്ഷേ ഇപ്പം നീ കൂടി ചെയ്യണം ചില കാര്യങ്ങള്. അതുകൊണ്ട് ഇറങ്ങിച്ചെല്ലി അരുവിയിൽ നിന്ന് വെള്ളം എടുക്ക്. എന്തേ അള്ളാഹുവിന് അരുവിയെ മുകളിലോട്ടൊഴുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൽ നിന്ന് ഈത്തപ്പഴം അള്ളാഹു അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? അല്ല. പക്ഷെ അല്ല പറഞ്ഞു, നീ അങ്ങനെ പെട്ടെന്ന് കഴിക്കണ്ട. നീ എന്ത് ചെയ്യണം? നീ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യണം. എന്താണ്? നീ ചെല്ലുക, എന്നിട്ട് ആ ഈത്തപ്പന പിടിച്ച് കുലുക്കിയിട്ട് വീഴുന്ന പഴങ്ങൾ പെറുക്കി തിന്നുക. അടിയിൽ ചെന്നിട്ട്, അരിവാരത്ത് ചെന്നിട്ട് വെള്ളം കുടിക്കുക. സഹോദരൻ
സഹോദരങ്ങളെ, അല്ലാഹു ഇത് പറഞ്ഞു. അതാണ് ആ മഹാൻ പറയുന്നത്, അലം തറ അന്നല്ലാഹ ഖാലാ ലി മർയമി വഹുസ്സി ഇലൈകിൽ ജദ്അ യസാഖതുർ റതബൂ. അല്ലാഹു വേണമെങ്കിൽ നിനക്ക് ഇതൊക്കെ തരാമായിരുന്നു. പക്ഷെ അല്ലാഹു എന്തു പറഞ്ഞു? മറിയമേ, നീ പോയി പറക്കി തിന്നാൻ പറഞ്ഞു. നീ പോയി അതിനെ ഓരോന്നെടുത്തിട്ട് നീ ഒന്ന് തിന്ന് എന്ന് അല്ലാഹുവിന്റെ കൽപ്പന. അപ്പൊ നമ്മൾ ചെയ്യണം. ഒട്ടകത്തെ കെട്ടിയിട്ടാണ് തവക്കുലാക്കാൻ നബി തങ്ങൾ പറഞ്ഞത്. അനസ് തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നത് പോലെ എല്ലാം റബ്ബിനെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഓടലല്ല, മറിച്ച് നമ്മൾ ഏൽപ്പിക്കേണ്ട രീതിയിൽ ഏൽപ്പിക്കണം. ഒരു ചെറിയ ഹദീസ് കൂടെ പറയാ. ആരംഭപൂവായ നബി തങ്ങൾ പറയുകയാണ്, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യുർസഖു ത്വയ്ർ തഗ്ദു ഖിമാസം വതറൂഹു ബിതാനാ. എന്തായി പറയുന്നത്? ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി. നിങ്ങൾ തവക്കുൽ ചെയ്യേണ്ട പ്രകാരം നിങ്ങൾ തവക്കുൽ ചെയ്താൽ, ഭരമേൽപ്പിക്കേണ്ട പ്രകാരം നിങ്ങൾ ഭരമേൽപ്പിച്ചാൽ, ലറസഖകും നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം തരും. കമാ യുർസഖു ത്വയ്റു, പാറി പറക്കുന്ന പറവകൾക്ക് ഭക്ഷണം കൊടുക്കും പോലെ അല്ല നിങ്ങൾക്കും ഭക്ഷണം തരും. എങ്ങനെയാ പറവകൾക്കല്ല ഭക്ഷണം കൊടുക്കുന്നത്? തഗ്ദു ഖിമാസ, രാവിലെ ഒട്ടിയ വയറുമായി പോകും. വതറൂഹു ബിതാന, നിറവയറുകളുമായി വൈകുന്നേരം കൂടണയും. ഇതല്ലേ പക്ഷികള്? പക്ഷികൾക്ക് എവിടെയെങ്കിലും കല്യാണം ഉണ്ടോ? പക്ഷികൾക്ക് അന്നദാനം ഉണ്ടോ? പക്ഷികൾക്ക് പൊതിച്ചോറ് കൊടുക്കോ? പക്ഷികൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലും സദ്യ വിളമ്പുന്നുണ്ടോ? ഇതൊന്നുമില്ല. രാവിലെ തഗ്ദു ഖിമാസ, ഒട്ടിയ വയറുമായിട്ട് പറന്ന് നടക്കും. തറൂഹു ബിത്താന, സായാഹ്നത്തിൽ നിറവയറുമായി തിരികെ വരുന്നു. ഇതുപോലെ നിങ്ങൾക്കും അല്ല ഭക്ഷണം തരും. അപ്പൊ ചിന്തിക്കും, എടാ അപ്പൊ ഞാൻ ഏൽപ്പിക്കേണ്ട വിധം ഏൽപ്പിച്ചാൽ പക്ഷികൾക്ക് കൊടുക്കും പോലെ അള്ളാഹു തരുമെങ്കിൽ പിന്നെ ഞാനെന്തിന് കഷ്ടപ്പെടണം? ഒരു സൂഫിയായ മനുഷ്യൻ, അയാള് അധ്വാനിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി അദ്ദേഹം നാട് വിട്ടു. ആ നാട് വിടുന്ന, എനിക്ക് പേര് പെട്ടെന്ന് മറന്നുപോയതാണ്, ഇബ്രാഹിം അദ്ഹർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണിത്. അങ്ങനെ അദ്ദേഹം നാട് വിട്ട് അദ്ദേഹം യാത്ര ആരംഭിച്ചു. അധ്വാനിക്കണം, കുറച്ച് പണം ഉണ്ടാക്കണം, ഇതാണ് ആഗ്രഹം. അങ്ങനെ അദ്ദേഹം കുറെ നാളുകൾ നീങ്ങി. കുറച്ചങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ മരുപ്പച്ച വിദൂരത്തുള്ള മരുഭൂമി, ആ മരുഭൂമിയിൽ എവിടെയോ ഒരു ചെറിയ ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഗുഹ പോലെ കണ്ടു. ഇദ്ദേഹം അതിനകത്ത് കയറി വിശ്രമിക്കാൻ വേണ്ടി ഒന്ന് കയറിയിരുന്നു. അങ്ങനെ ഈ മണൽപുറ്റും ഈ മരുഭൂമിയിൽ മനോഹരമായി അങ്ങനെ ഒരു ചെറിയ ആളൊഴിഞ്ഞ ഭാഗത്തെ ഒരു ചെറിയ ഗുഹയിലേക്ക് കയറി അദ്ദേഹം ഇരിക്കുമ്പോ ഇദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. എന്താണെന്നറിയോ? ഒരു പക്ഷി, അത് നല്ല പ്രായമുള്ള പക്ഷി, തള്ള പക്ഷി. ആ പക്ഷി നടക്കാൻ പറ്റുന്നില്ല. ആ പക്ഷി കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അന്ധയായ പക്ഷിയാണ്. ആ പക്ഷി ഇങ്ങനെ ഇരിക്കുന്നു. ഇദ്ദേഹം ചിന്തിച്ചു, പടച്ചതമ്പുരാനെ, ഈ പക്ഷിക്ക് എങ്ങനെയാണ് ഭക്ഷണം കിട്ടുക? മരുഭൂമിയിൽ ആരും വേസ്റ്റ് വലിച്ചെറിയില്ല, മരുഭൂമിയിൽ ആരും കഴിച്ചിട്ടോ അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കാനോ ഒന്നുമില്ല. എങ്ങനെയാണ് ഈ പക്ഷിക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നത്? അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക. മാത്രമല്ല, വെളിയിലിറങ്ങി അന്നം തേടാൻ ആ പക്ഷിക്ക് കഴിയില്ല. കാരണം അന്ധയാണ്, ബലഹീനയാണ്, വൃദ്ധയാണ്. അതുകൊണ്ട് എങ്ങനെ ഇതിന് ഭക്ഷണം കിട്ടുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ പക്ഷി, ആരോഗ്യമുള്ള പക്ഷി, കണ്ണിന് കാഴ്ച ശക്തിയുള്ള പക്ഷി, അത് ചിറകടിച്ച് നേരെ ആ ഗുഹയ്ക്കകത്തേക്ക് വന്നു. എന്നിട്ട് അതിന്റെ ചുണ്ടിലിരിക്കുന്ന ഭക്ഷണം തുറപ്പിച്ച് ആ തള്ളപ്പക്ഷിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. മഹാനവറുകൾ ഞെട്ടി എണീറ്റു. അല്ലാഹുവേ, ഞാൻ എന്തിനധ്വാനിക്കണം ഇനി? ഞാൻ എന്തിനായി അധ്വാനിക്കേണ്ടത്? മരുഭൂമിയിൽ, മരിപ്പച്ച വിദൂരമായ മരുഭൂമിയുടെ മടിത്തട്ടിൽ ആരാലും എത്തപ്പെടാത്ത, അനധിവിദൂര സാധ്യത പോലുമില്ലാത്ത, ഒരു മനുഷ്യൻ കടന്നു വരാത്ത അന്ധയായ പ്രായം ചെന്ന ഈ തള്ളപ്പക്ഷിക്ക് അല്ലാഹുവേ നിനക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്തിനായി ഇനി അധ്വാനിക്കാൻ പോകുന്നത്? എന്റെ സമയം ബാക്കി കൂടി ഞാൻ ഇനി ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ പോവുകയാണ്.
ആ സമയത്താണ് അദ്ദേഹം അവിടെ നിന്ന് ഇത് ചിന്തിച്ചുകൊണ്ട് യാത്ര തിരിച്ചു. നേരെ തിരിച്ച് യാത്ര പറഞ്ഞ മഹാന്റെ മുമ്പിലെത്തി. ആ മഹാന്റെ മുമ്പിലെത്തുമ്പോൾ ആ മഹാൻ ചോദിച്ചു, എന്തേ നീ തിരികെ വന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന കാഴ്ചകൾ കണ്ടു, അതുകൊണ്ട് തിരിച്ചു വന്നു. അള്ളാഹുവിന് ഇത്രയും കഴിവുണ്ടെങ്കിൽ പിന്നെ ഞാൻ അന്നം തേടി ഓടേണ്ട കാര്യമുണ്ടോ? ആ സമയത്താണ് ആ മനുഷ്യന്, സൂഫിയായ മനുഷ്യനോട് ആരിഫായ അടുത്ത മനുഷ്യൻ ചോദിച്ചത്. ആ മനുഷ്യൻ സാത്വികനാണ്. അദ്ദേഹം ചോദിച്ചു, എടാ മണ്ട, നീ എന്തായി കാണിച്ചത്? നീ തിരിച്ചു വന്നതെന്താ? തിരികെ വന്നതെന്താ? ആ തള്ളപ്പക്ഷിക്ക് അള്ള ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ നിനക്കും തരുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് നീ അവിടെ നിന്ന് വന്നു. എന്തേ നീ ഇത്ര ബലഹീനനായി പോയി? നീ എന്തുകൊണ്ടാ ആ പറന്നിറങ്ങിയ ചെറിയ പക്ഷിയെ പോലെ ആകാത്തത്? ആ ചെറിയ പക്ഷിയെ പോലെ നിനക്കാകാമായിരുന്നല്ലോ. നിനക്ക് ആ ചെറിയ പക്ഷിയിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നീ അധ്വാനിച്ചിട്ട് ഇതുപോലെ കഷ്ടപ്പെടുന്നവർക്ക് നിനക്ക് അന്നമെത്തിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ. അതാണ് ചേലയിൽ തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. പാവങ്ങളെ സഹായിക്കണം. പാവങ്ങൾക്ക് അല്ലാഹു, എല്ലാരും അങ്ങനെ ചിന്തിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ പാവങ്ങൾക്ക് അരി കൊടുക്കാൻ ആളുണ്ട്, പൊരി കൊടുക്കാൻ ആളുണ്ട്, എല്ലാ ആളുകളുണ്ടല്ലോ. അപ്പൊ അള്ളാഹു എനിക്കും തരുമെന്നും പറഞ്ഞ് വീട്ടിൽ കയറിയാൽ ഇത് കൊടുക്കുന്ന ആരാ? അപ്പൊ ഒരു വിഭാഗം കൊടുക്കുന്നവരെ പോലെ ആകണ്ടേ? അപ്പൊ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അള്ളാഹു അവർക്ക് ഭക്ഷണവും കൊടുക്കും, അതിനുള്ള പ്രതിഫലവും കൊടുക്കും. മറ്റൊരു വിഭാഗത്തിന് അല്ല ഭക്ഷണം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തള്ളപ്പക്ഷിയെ പോലെ ആകാൻ ശ്രമിച്ച നീ എന്തുകൊണ്ട് ആ ചെറിയ പക്ഷിയെ പോലെ നീ ആകാൻ തീരുമാനിച്ചില്ല എന്ന് ചോദിച്ച മഹാനായ ആ സാത്വികനായ മനുഷ്യന്റെ കഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ട് പറയുന്നു, സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. ബാക്കി റബ്ബ് തരും. മൂസാ നബി അലൈഹിസ്സലാം നമ്മൾ പറയാണ്, നീയൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. ബാബരി മസ്ജിദ് അതുപോലെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അതൊക്കെ അള്ള നോക്കും. പിന്നെ അള്ളാഹ്ക്ക് മേശരി പണിയല്ലേ ജോലി, വന്നിട്ട് ചാന്തൂരി അടിക്കാൻ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അതിന് നമുക്ക് തെളിവുണ്ട് വിശുദ്ധ ഖുർആനിൽ. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ചെറിയ പ്രശ്നമുണ്ടായി നാട്ടിൽ, അറിയുമല്ലോ. ഫറോവ സാമ്രാജ്യത്തോട് വെല്ലുവിളിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഫഅസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ. അല്ല പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഫഅസ്രി ബിഇബാദി ലൈലാ ഇന്നകും മുത്തബഊൻ. ഫഅസ്രി, അല്ലയോ മൂസ നബിയേ, നിങ്ങൾ രാത്രി യാത്ര പോകൂ. ബിഇബാദി, എന്റെ ദാസന്മാരെയുമായിട്ട് നിങ്ങൾ രാത്രിയിൽ യാത്ര ചെയ്യ്. കാരണം ഇന്നകും മുത്തബഊൻ, ആളുകൾ നിങ്ങളെ പിന്നാലെ വരും. അതുകൊണ്ട് രാത്രി ആരും കാണാതെ നിങ്ങൾ യാത്ര ചെയ്യണമെന്ന് മൂസാ നബിയോട് അല്ല പറഞ്ഞതെന്താ? പകല് പിന്നാലെ വരുന്ന ഫറോവയുടെ സാമ്രാജ്യത്തെ പിടിച്ചു നിർത്താൻ നമ്മുടെ റബ്ബിന്റെ ശക്തി പോരാഞ്ഞിട്ടാണോ? അല്ല, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അതുകൊണ്ട് മൂസ നബിയെ, സമൂഹമേ, എന്റെ സമൂഹത്തെയും കൊണ്ട്, എന്നെ വിശ്വസിച്ച എന്റെ പ്രിയപ്പെട്ട ബനൂ ഇസ്രായേലികളെയും കൊണ്ട് നിങ്ങൾ രാത്രി യാത്ര ചെയ്യണം. കാരണം ഇന്നക്കും മുത്തബഊൻ, നിങ്ങളെ പിൻപറ്റിയിട്ട് നിങ്ങളെ പിന്നാലെ ആളുകൾ വരുന്നുണ്ട്, ഫിർഔനും കൂട്ടരും വരുന്നുണ്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കണം എന്നുള്ളത് കൊണ്ടാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശക്തമായ എതിർപ്പ് വന്നു. അവിടെ നിന്ന് നാട് വിട്ടു. അങ്ങനെയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പല യാത്രകളും അങ്ങനെ നടത്തിയിട്ടുണ്ട്. മദിയനിലേക്ക് പോയി ശുഐബ് നബിയുടെ മോളെ വിവാഹം കഴിച്ചത് അതുപോലത്തെ യാത്രയാണ്. ബനൂ ഇസ്രായേലികളെ അടിമച്ചങ്ങലയിൽ നിന്ന് ബന്ധനസ്ഥരായിരുന്ന ബനൂ ഇസ്രായേലികളെ മോചിപ്പിച്ചുകൊണ്ട് വിമോചന പോരാളിയായി മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്തി. ചെങ്കടലിൽ ഒരു സമൂഹത്തിന്റെ ദാർഢ്യം അവസാനിപ്പിക്കപ്പെട്ട ഒരു യാത്രയും ഇതേപോലെ രാത്രിയിലാണ്. അപ്പൊ രാത്രിയിൽ നിങ്ങൾ യാത്ര ചെയ്യും. കാരണം ആരും നിങ്ങളെ പിന്നാലെ വരില്ല എന്നല്ല പറഞ്ഞു. പക്ഷേ അള്ളാഹു പിന്നാലെ വിട്ടു ജനങ്ങളെ, എന്നിട്ട് രക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു. ചിന്തിച്ചു നോക്ക്. അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുത്തു. എങ്ങനെ? നിങ്ങൾ രാത്രി പൊയ്ക്കോളാൻ പറഞ്ഞു. രാത്രി പോയിട്ടും അള്ളാഹു ശത്രുക്കളെ പിന്നാലെ വിട്ടു.
എന്നിട്ട് രക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു. കാരണം നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണം, ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഞാൻ ചെയ്തോളാം. അതാണ് ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലി ലറസഖകും കമാ യുർസഖു തൈറു തഗ്ദു ഖിമാസം വതറൂഹു ബിതാന. പ്രഭാതമാകുമ്പോൾ ഒട്ടി വയറുമായി പോകുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾ വൈകുന്നേരം സായാഹ്നത്തിൽ കൂടുകളിലേക്ക് അണയുന്നത് നിറവയറുമായിട്ടാണ്. നമുക്ക് ഇത് കണ്ടിട്ട് എന്നാ പിന്നെ പക്ഷികളെ പോലെ തവക്കുൽ ചെയ്യാമെന്ന് ചിന്തിച്ചാൽ ചെയ്തോളീൻ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഈ ഹദീസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. എന്താ പറഞ്ഞത്? ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി. ഏൽപ്പിക്കേണ്ട പ്രകാരം നിങ്ങൾ ഏൽപ്പിക്കണം. ആ ഏൽപ്പിക്കേണ്ട പ്രകാരം അതെങ്ങനെയാണ്? അതാണ് അടുത്ത് പറഞ്ഞ തഗ്ദു ഖിമാസ. രാവിലെ ഒട്ടി വയറുമായിട്ട് പോകും, തറൂഹു ബിത്താന, രാത്രി നിറഞ്ഞ വയറുമായിട്ട് വരും. അപ്പൊ കൊള്ളാലോ. അതെ, പക്ഷെ നിങ്ങൾ ഒട്ടി വയറുമായിട്ട് പക്ഷികൾ പോകുന്നത് പോലെ നിങ്ങളും വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി പോകണം. അപ്പം നിങ്ങൾക്ക് നിറഞ്ഞ വയറുമായി തിരിച്ചു വരാം. അല്ലാതെ വീട്ടിൽ കയറി കഥ ചിരുന്നാൻ പറ്റൂല. അതാണ് ഹഖ്ക തവക്കുലിഹി. ചെയ്യേണ്ട പ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ പക്ഷികൾ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട്. തവക്കുലിന് ഈ ഒരു ഹദീസ് എന്തിനാ പരിചയപ്പെടുത്തിയത്? പക്ഷികളുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട്. ആ ഡ്യൂട്ടിയാണ് തഗ്ദു ഖിമാസ. അവര് രാവിലെ പോകുന്നത് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. അള്ളാഹു എന്തെങ്കിലുമൊക്കെ സൗഭാഗ്യങ്ങൾ തരും. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. എന്തുകൊണ്ടെന്നറിയോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല പരീക്ഷിച്ചു. ജനങ്ങൾ മുഴുവനും നൂഹ് നബിയെ കാണുമ്പോ ചെവിയില് ഈ വിരല് തിരികെ കയറ്റിയിട്ട് ഓടുമായിരുന്നു. ചെവിയിൽ വിരല് തിരികെ കയറ്റിയിട്ട് ഓടുമായിരുന്നു. നിന്റെ ഒന്നും പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ടടാന്ന് പറഞ്ഞിട്ട് ഓടുമായിരുന്നു. അന്ന് തുടങ്ങിയ സമൂഹം ഇന്നുണ്ടല്ലോ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളിപ്പോ ഒരു നാട്ടില് വിശുദ്ധ ഖുർആൻ പറയാൻ പോയാൽ എത്ര ആളുണ്ടാവും? നേരെ മറിച്ച് ഏതെങ്കിലും ഒരു സിനിമാ നടൻ വന്നാൽ, അദ്ദേഹം വന്ന് എന്തെങ്കിലുമൊക്കെ പൊട്ടാസ് വെച്ചിട്ട് പോയാൽ എത്ര ആളുകളാ കൂടുക? അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു സമൂഹത്തിന് ഇപ്പോഴും ഖുർആൻ അരോചകമാണ് എന്നാണ്, ഹദീസുകൾ അരോചകമാണ് എന്നാണ്. ദീൻ പഠിക്കാൻ നമ്മൾ ഒരു വേദിയിൽ പോയി നമുക്കറിയാത്തൊരു കാര്യം പഠിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോ ഇനി അറിയാത്ത കാര്യങ്ങൾ അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കും. അത് അള്ളാഹുവിന്റെ ശൈലിയാണ്. നമ്മൾ പഠിക്കില്ല, അതുകൊണ്ട് അല്ലാഹു പഠിപ്പിക്കില്ല. പഠിച്ചാലും പോരാ, അമൽ ചെയ്താലേ അടുത്തത് പഠിപ്പിക്കുള്ളൂ. നമ്മൾ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, അമലും ചെയ്യണം. അള്ളാഹു എനിക്കും സംഘാടകർക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പരീക്ഷിച്ചു. നൂഹ് നബിയോട് പറഞ്ഞെന്താണ്? പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് ഒരു കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ ആളുകൾ പറഞ്ഞടാ യവൻ എന്ത് ഭ്രാന്ത. ആദ്യം ഭ്രാന്തെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയത് ഭാര്യയായിരുന്നു. നൂഹ് നബിക്ക് ഭ്രാന്തെന്ന് പറഞ്ഞ് ആദ്യം പുറത്തു വന്നാരാൻ? സ്വന്തം കെട്ടിയോള്. അപ്പൊ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങി ശത്രുത. ഇത് ഇയാൾക്ക് വട്ടാണ്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഈ കപ്പൽ ഉണ്ടാക്കേണ്ടത് വെള്ളത്തിലല്ലേ കപ്പൽ ഉണ്ടാക്കേണ്ടത്? അല്ലെങ്കിൽ താഴ്ന്ന ഭാഗത്തല്ലേ കപ്പൽ ഉണ്ടാക്കേണ്ടത്? എന്തിനാണ് ഈ കാണുന്ന പർവ്വതത്തിന്റെ മുകളിൽ കപ്പൽ ഉണ്ടാക്കുന്നത്? അല്ലാഹു കാണിച്ചു കൊടുത്തു. വെള്ളം അടുപ്പിൽ നിന്ന് പൊട്ടി ഒഴുകി. അവരുടെ പാകം ചെയ്യുന്ന അടുപ്പിൽ നിന്ന് അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകി. അവസാനം വെള്ളം ഉയർന്നുയർന്ന് മുകളിൽ നിന്ന് മഴ പെയ്യുന്നു, താഴെ ഭൂമിയിൽ നിന്ന് വെള്ളം വരുന്നു. ഇങ്ങനെ മുകളിലും താഴെയും വെള്ളമായി അവസാനം പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ വരെ വെള്ളമെത്തി. അതിന്റെ അടിയിലുണ്ടായിരുന്നവരെല്ലാവരും നശിച്ചു. അവസാനം പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് കപ്പൽ നിർമ്മിച്ച നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി. ആലോചിച്ചു നോക്കി, ഇത് റബ്ബിന്റെ ഇടപെടലാണ്. അപ്പൊ അല്ലാഹു പറഞ്ഞെന്താ? വസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹീനാ വലാ തുഖാതിബ്നി ഫില്ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ. സൂറത്തുൽ ഹൂദിൽ അല്ലാഹു പറഞ്ഞതാണ് വസ്നഇൽ ഫുൽക, കപ്പൽ നിർമ്മിക്കൂ നൂഹ് നബിയെ, ബിഅയുനിനാ, എന്റെ എഞ്ചിനീയറിംഗിൽ. ഞാനാണ് എഞ്ചിനീയർ. എന്റെ മേൽനോട്ടത്തിൽ നിങ്ങൾ കപ്പൽ നിർമ്മിക്കൂ. എന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ, ഞാൻ പറയും പോലെ നിങ്ങൾ നിർമ്മിക്കണേ. വലാ തുഖാതിബ്നി ഫില്ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ. മുങ്ങിപ്പോകാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തിനെ പറ്റി എന്നോട് നിങ്ങൾ തർക്കിച്ച് നിൽക്കാൻ നിൽക്കരുത്. അല്ലാഹു അക്ബർ. എന്താ പറഞ്ഞത്? കപ്പലിൽ ഉടനെ കയറിക്കോളണം.
കപ്പൽ ഉടനെ കയറണം. കപ്പൽ നിർമ്മിക്കേണ്ടത് എന്റെ മേൽനോട്ടത്തിലും എന്റെ നിർദ്ദേശത്തിലുമാകണം. ആ കപ്പൽ ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ നിങ്ങൾ കയറണം. ആവശ്യമില്ലാത്ത ഒരു സമൂഹത്തെ കൂടെ നിങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, വാശി പിടിച്ചുകൊണ്ട് നിന്ന് നശിച്ചു പോകും. മനസ്സിലായ കാര്യങ്ങള്? നമ്മളൊരു കാര്യം പറയുമ്പോ എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്താൽ നശിച്ചത് തന്നെ. അതുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവരുടെ മുമ്പിൽ അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ ഫضല് കൊണ്ട് ഞാൻ എന്നെ പുകഴ്ത്തുന്നതല്ല. 10,000 പേര് ഒരുമിച്ച് കൂടുന്ന വേദിയുണ്ട്, 5,000 പേര് ഒരുമിച്ച് കൂടുന്ന വേദിയുണ്ട്, 50 പേര് ഒരുമിച്ച് കൂടുന്ന വേദിയുണ്ട്. ഈ 50 പേര് ഒരുമിച്ച് കൂടുന്ന വേദിയിലും 5,000 പേരും 10,000 പേരും ഒരുമിച്ച് കൂടുന്ന വേദിയിലും എന്റെ പ്രസംഗം ഞാൻ ഒരുപോലെ തന്നെ പ്രസംഗിക്കുള്ളൂ. കാരണം എന്താ, വരാത്തൊരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ അവരുടെ അസാന്നിധ്യത്തെ ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് വന്ന മഹാന്മാരായ നിങ്ങൾ മഹാന്മാരാണ്. കാരണം എന്താണ്, ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ജോലിയുണ്ട്, വീട്ടിൽ പോയി എന്തെല്ലാം ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇവിടെ വെറുതെ വന്നിരിക്കുന്നത്, ഇവിടെ പായസം കൊടുക്കണില്ല, ഇവിടെ കോഴി കുഞ്ഞിനെ കൊടുക്കുന്നില്ല, ഇവിടെ വാഴക്കന്ന് കൊടുക്കുന്നില്ല, ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ എന്താ നിങ്ങൾക്ക് തരുന്നത്? വിശുദ്ധ ഖുർആൻ എന്റെ നാവിലൂടെ അള്ളാഹു നിങ്ങളോട് പറയുന്നു. അത് നിങ്ങളെ കേൾക്കാൻ വേണ്ടി വന്ന നിങ്ങളെല്ലാം തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. അള്ളാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. ഇപ്പൊ ഇവിടെ ഇരുന്ന് മരിച്ചാൽ നമുക്ക് അള്ളാഹു തരുന്നത് സ്വർഗമാണ്. കാരണം എന്താണ്, ദീൻ പഠിക്കുന്നതിനു വേണ്ടി മജ്ലിസിലേക്ക് കടന്നുപോയി ആ വഴിയിൽ മരണപ്പെട്ടാൽ അവന് സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പക്ഷെ മറ്റേ വീശാതിരിക്കണം. ചില ആളുകൾ വാഴ് കേൾക്കാൻ വന്നിരിക്കുന്നത് വീശിയിട്ടാണ്. ഐറ്റം ഉണ്ടല്ലോ, അതും വെച്ചോണ്ടിരുന്നിട്ട് പിന്നെ രക്ഷയില്ല. കാരണം ആ സമയത്ത് പിന്നെന്തുണ്ടാവൂല, ഈമാൻ ഉണ്ടാവൂല. ഞാൻ അടുത്ത സമയത്ത് ഞാൻ സ്ഥലം പറയില്ല. ഇന്നലെ മിനിങ്ങാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കൃത്യമായി നെറ്റിൽ നോക്കി ഇന്നലെ എവിടെയായിരുന്നു എന്നറിയാം, മിനിങ്ങാന്ന് എവിടെയായിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് ഈ തൊട്ടടുത്ത സമയത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിറങ്ങുമ്പോ ആ സദസ്സിൽ 1-2 മദ്യപാനികൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ മദ്യപാനികൾ ഭയങ്കര ബഹുമാനമാണ്, ഭയങ്കര ആദരവാണ്. അപ്പൊ ഈ സാധനം കഴിക്കുമ്പോഴാണ് കൂടുതൽ ബഹുമാനം വരുന്നത്. പക്ഷെ ആ ബഹുമാനം എന്തെങ്കിലും ഉപകാരം ചെയ്യോ? ഒന്നുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദ് മദ്യത്തെ പറ്റിയിട്ട് നല്ലോണം സംസാരിക്കണം, മദ്യപാനത്തിനെതിരെ ശക്തമായ നിലയിൽ പ്രസംഗിക്കണം. അത് പറയുമ്പോഴും വായിന്ന് 1/2 ഗ്രാം വെച്ച് തെറിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ കാര്യമില്ല. നമ്മുടെ ജീവിതത്തില് അങ്ങനെ ഒന്നുമില്ലാതെ നല്ല നിഷ്കളങ്കമായി നമ്മളൊരു സദസ്സിൽ വാഴ് കേൾക്കാൻ പോയാൽ അതും മതി. അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തും. അള്ളാഹു ആ നല്ലവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഖുർആനല്ലേ സഹോദരങ്ങളെ പറയുന്നത്, അവന്റെ ഖുർആൻ കേൾക്കാനല്ലേ ഈ മഞ്ഞത്തോന്ന് നിങ്ങൾ ഇരിക്കുന്നത്. എന്തെല്ലാം നിങ്ങൾക്ക് ജോലിയുണ്ട്. നാളത്തെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന്റെ കണക്കെടുക്കണം, അല്ലെങ്കിൽ അതിന്റെ നിരൂപണം നടത്തണം. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ നല്ല സമയത്ത്, മാത്രമല്ല ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന ഏറ്റവും നല്ല സമയമാണ് ഈ സമയം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓട്ടത്തിനിടയിൽ, നമ്മുടെ രാവിലെ ഇറങ്ങി നമ്മൾ ഓടുന്നതാണ് വാപ്പ അല്ലെങ്കിൽ സഹോദരൻ ഒക്കെ. അപ്പൊ തിരിച്ച് വീട്ടിൽ വന്ന് നമ്മുടെ കുഞ്ഞുമക്കളെ ലാളിക്കാൻ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അവരുടേത്. നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ കുട്ടികളുടെ ആ ശൈശവം കടന്ന് ബാല്യത്തിലെത്തി, കൗമാരത്തിലെത്തി, യൗവനത്തിലെത്തി, വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഈ ഘട്ടങ്ങൾ കഴിഞ്ഞു വരികയല്ലേ. നമ്മുടെ മക്കളോട് സഹവസിക്കാൻ, കരുണ കാണിക്കാൻ, കൊഞ്ചിക്കാൻ, ലാളിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇന്ന് പറ്റിയില്ല, നാളെ നമ്മൾ വീണ്ടും കളിപ്പിക്കാൻ നിൽക്കുമ്പോ ഒരു ദിവസം അവന്റെ ജീവിതത്തിൽ മാറിയിരിക്കാൻ. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ആ പ്രധാനപ്പെട്ട സമയമൊക്കെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഖുർആനോട് നിങ്ങളുടെ താല്പര്യം കൊണ്ടാണ്. അള്ളാഹു അത് എന്നെന്ന് നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു നൂഹ് നബിയോട് പറഞ്ഞത്, വിവരം കെട്ട ഒരു ജനതയെ പറ്റി തർക്കിച്ചുകൊണ്ട് നിൽക്കല്ലേ. ആ വിവരം കെട്ട ജനതയിൽ ആരാ ഉള്ളത്? നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം, ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അടക്കമുണ്ട്. നബിയേ, നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ വാഹനം നിർമ്മിച്ച്, കപ്പൽ നിർമ്മിച്ച് രക്ഷപ്പെട്ടോ. അല്ലാഹുവേ എന്റെ പൊന്നുമോൻ അവിടെ നിൽക്കുകയാ. ലൈസ മിൻ അഹ്ലിക്, അത് നിങ്ങളുടെ മോനെന്നാരാ പറഞ്ഞത്? ഇല്ല പടച്ചോനെ, എന്റെ മോനാ. എന്തിനാ നൂഹ് നബിയെ നിങ്ങൾ ഇങ്ങനെ തർക്കിക്കുന്നത്? വലാ തുഖാതിബിനി ഫില്ലദീന ലലമു, തെമ്മാടികളുടെ വിഷയത്തിൽ എന്നോട് നിങ്ങൾ തർക്കിക്കുന്നു. ഇന്നഹും മുഗ്റഖൂ, ഇവനൊക്കെ ചാവാനുള്ളതാ.
ഇവനൊക്കെ ചത്തുപോകാനുള്ളതല്ലേ, നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് തർക്കിക്കുന്നത് എന്ന് പറഞ്ഞ് അള്ളാഹു പറഞ്ഞ് കേറിക്കോ, വിട്ടോ, സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞു. അവസാനം എന്തായാലും മോനല്ലേ, എന്തായാലും വാപ്പയും മോനും അല്ലേ, അത് കാണാൻ എങ്ങനെയാലും ഒരു പിതാവിന് കഴിയൂലല്ലോ. അതുകൊണ്ട് ഈ മകൻ മുങ്ങിച്ചാവുന്നത് കാണേണ്ട അവസ്ഥ വരുത്താതെ അള്ളാഹു രണ്ടുപേരുടെ ഇടയിലും ഒരു വലിയ തിരമാലയെ കൊണ്ടുവന്ന് അള്ളാഹു താല തിരശീലയിട്ടു. വാപ്പാക്ക് മോൻ മുങ്ങിച്ചാവുന്നത് കാണേണ്ടി വന്നില്ല. അതാണ് പടച്ചവൻ. അപ്പൊ നൂഹ് നബിയോട് പറഞ്ഞ എന്താ, നിങ്ങൾ കപ്പലുണ്ടാക്കി. എന്തേ അള്ളാഹുവിന് ഇത്രയും പ്രളയം ഉണ്ടാക്കാൻ കഴിവുള്ള പടച്ചവന് ഒരു ചെറിയ കപ്പലുകൾ ഉണ്ടാക്കി കൊടുത്തൂടെ? അള്ളാഹ് ഉണ്ടാക്കി കൊടുക്കൂല. അള്ളാഹ്ക്ക് ഈ കപ്പലുണ്ടാക്കുന്ന പണിയില്ല, അത് നമ്മുടെ പണിയാണ്. നമ്മള് കപ്പലുണ്ടാക്കണം, എന്നിട്ട് കയറിയിരിക്കണം, എന്നിട്ട് പറയണം ബിസ്മില്ലാഹി മജ്രിഹാ വ മുർസാഹാ. അപ്പോഴത് തനിയെ അങ്ങോട്ട് ഓടിക്കോളൂ. അൽഹംദുലില്ലാ, അതാ ചെയ്യേണ്ടത്. എത്ര വലിയ സംവിധാനങ്ങളും അതിന്റെ പിന്നിൽ ഒരു ചെറിയ സഹായം വേണം. ഫ്ലൈറ്റ് പൊങ്ങുന്നത് എങ്ങനെ? ഇത്രയും വലിയ ടൺ കണക്കിന് ഭാരവുമായിട്ട് ഫ്ലൈറ്റ് പൊങ്ങുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? റൺവേയിലേക്ക് ഇതിനെ ഒന്ന് തള്ളി ഉന്തിക്കൊണ്ടു പോകുന്നത് ചെറിയൊരു വണ്ടിയാണ്. ചെറിയൊരു വണ്ടിയാണ് ഈ ഫ്ലൈറ്റിനെ ഉന്തി ഉന്തി തള്ളി 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 അതിന് പാകമായ റൺവേയിൽ കൊണ്ട് നിർത്തിയിട്ട് അതിങ്ങ് പോകുന്നു, പിന്നെ അത് തനിയെ ഓടിപ്പോകുന്നു. ഇത്രയും വലിയ പറന്നു പോകുന്ന ഫ്ലൈറ്റ് പോലും അതിനെ ഒന്ന് പൊക്കാൻ ചെറിയൊരു വാഹനം വേണം. ഇനി കപ്പൽ നോക്ക്, ചെറിയ വള്ളം, ചെറിയ കൊതുമ്പ് വള്ളം ഉണ്ടല്ലോ, അതിൽ ചെന്നിട്ടാണ് അതിനെ പ്രത്യേകമായി ഇതിനെ തള്ളി ഈ സമുദ്രത്തിന്റെ ചാനലിലേക്ക് അതിനെ കൊണ്ടുപോകുന്നത്. അതിന്റെ ചാനലിലേക്ക് കൊണ്ട് ഇറക്കിയാൽ പിന്നെ അത് ധൈര്യമായിട്ട് അങ്ങോട്ട് ഓടിക്കോളും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓടും, മാനുവലായിട്ട് ഓടും. പക്ഷെ അത് ഇറങ്ങണമെങ്കിൽ ഒരു ചെറിയ കൊതുമ്പ് വള്ളം വേണം അങ്ങോട്ട് ഇറക്കാൻ. ഇങ്ങനെയാണ് ഡ്യൂട്ടി നിർവഹിക്കേണ്ടത്. നിർവഹിക്കണം നമ്മൾ, അല്ലാതെ എല്ലാം റബ്ബിനെ ഏൽപ്പിച്ച അവൻ ഇതിന്റെ പണിയില്ല. അതൊക്കെ നമ്മൾ ചെയ്യണം. അത് ചെയ്യുമ്പോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഇത് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടല്ലേ വെള്ളിയാഴ്ചകളിൽ, വെള്ളിയാഴ്ചക്ക് മാത്രമുള്ള ആയത്തല്ല, വെള്ളിയാഴ്ച ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന, എല്ലാവരും വരുന്ന ദിവസമായത് കൊണ്ടാണ് അള്ളാഹു അങ്ങനെ സൂറത്തുൽ ജുമുഅയിൽ അത് ഉൾപ്പെടുത്തിയത്. എന്താ അള്ളാഹ് പറഞ്ഞത്? ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഉ إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. അല്ലാഹ് പറയുകയാണ്, ഓ വിശ്വാസികളെ, അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിന്റെ ബാങ്ക് മുഴങ്ങി കേട്ടാൽ എന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫസ്ഉ ഇലാ ദിക്രില്ലാഹ്, കടയടക്കൂ, പള്ളിയിലേക്ക് പോകൂ. വദറുൽ ബൈഅ, പെട്ടെന്ന് ഷട്ടർ ഇട്ടോ, കടയുടെ ഷട്ടർ ഇട്ടോ, കട നിങ്ങൾ സീൽ ചെയ്തോ, എന്നിട്ട് പെട്ടെന്ന് പള്ളിയിലേക്ക് പോ. നിങ്ങൾക്ക് അതാണ് ബോധമുണ്ടെങ്കിൽ നല്ലത്. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുകയാണ്, ഫൈദാ ഖുളിയത്തിസ്സലാഹ്, നമസ്കാരം കഴിഞ്ഞാൽ, ആ നമസ്കാരം പൂർത്തീകരിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫന്തശിറൂ ഫിൽ അർളി, നിങ്ങൾ പെട്ടെന്ന് കടയിലേക്ക് ചെന്നിട്ട് കട തുറന്നോ. ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ലാഹ്, അല്ലാഹു എത്തിച്ചു തന്ന കച്ചവടക്കാർക്ക് നിങ്ങളുടെ സാധനങ്ങൾ, ചരക്കുകൾ വിറ്റിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കിക്കോ. എത്ര അർത്ഥവത്തായി അല്ലാഹു നമ്മളോട് പറഞ്ഞു. ബാങ്ക് വിളി കേൾക്കുമ്പോൾ, ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് കടയടച്ചിട്ട് പള്ളിയിൽ പോകണം. എന്നിട്ട് ഉടനെ നിങ്ങൾ ആ കട അടച്ച നിങ്ങൾ വീണ്ടും നമസ്കാരം കഴിഞ്ഞിട്ട് കട തുറന്നിട്ട് നിങ്ങൾ വീണ്ടും അധ്വാനിക്കണമെന്ന് പഠിപ്പിച്ചതെന്താ? സഹോദരങ്ങളെ, അല്ലാഹു നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാ അല്ലാഹു തന്നത്. അല്ലെങ്കിൽ പടച്ചവന് പറഞ്ഞൂടെ, നിങ്ങൾ ബാങ്ക് കേട്ടാൽ പള്ളിയിൽ നിങ്ങൾ ചെല്ല്, എന്നിട്ട് അവിടെ തന്നെ ഇഅ്തികാഫിരിക്ക്. അങ്ങനെ ഇഅ്തികാഫിരുന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നോളാം തിന്നാൻ. ഇതല്ലല്ലോ അല്ലാഹ് പറഞ്ഞത്. നിസ്കാരം കഴിഞ്ഞാൽ ഫിത്ന പറയാതെ, ഫസാദ് പറയാതെ, ഫന്തശിറൂ ഫിൽ അർള്, പെട്ടെന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കോ. എന്നിട്ട് വബ്തഗൂ മിൻ ഫളിലില്ലാഹ്, പെട്ടെന്ന് ചെന്ന് അലസനാകാതെ കടയിൽ ചെന്നിരിക്ക്. അല്ലാഹ് എത്ര കൃത്യമായി നമ്മളോട് പറഞ്ഞു, എത്ര കൃത്യമായി പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണം നടക്കുമ്പോ നമസ്കാരം കഴിഞ്ഞ് വലിയ ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ തസ്ബീഹുമായിട്ട് പള്ളിയിൽ ഇങ്ങനെ ഉലാത്തും. സുബഹി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പോകും. കാരണം എന്താണ്? ജോലിക്ക് പോകണം,
അതുപോലെ നാസ്ത കഴിക്കണം, അതിനോട് പെട്ടെന്ന് പോകും. ലൊഹർ കഴിഞ്ഞാലും പിന്നെ നിൽക്കൂല. കാരണം എന്താ? ചോറ് കഴിക്കണം, ചിലപ്പോൾ ജോലിയുടെ ഇടയിൽ നിന്ന് ഓടി വന്നതായിരിക്കും. അസർ കഴിഞ്ഞാലും നിൽക്കൂല, പെട്ടെന്ന് പോകും. കാരണം ചായ കുടിക്കണം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി തീരാനുള്ള അവസ്ഥയിൽ നിന്ന് വന്നതാണ്. മഗ്രിബ് കഴിഞ്ഞാൽ ഈ 1 മണിക്കൂറും 20 മിനിറ്റും പള്ളിയിൽ തന്നെ ഉണ്ടാവും. മഗ്രിബ് കഴിഞ്ഞ് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനില്ല, എന്തായാലും വന്നതല്ലേ, ഇശായും കൂടെ കഴിഞ്ഞ് പോകാം എന്ന് പറഞ്ഞിട്ട് മഗ്രിബ് ഇശായിനിടയിൽ നമുക്ക് 1 മണിക്കൂറും 20 മിനിറ്റും കിട്ടും. മഗ്രിബ് എത്ര വലിയ സമയത്താണ് വാങ്ക് വിളിച്ചാലും ഇശ വാങ്ക് 1 മണിക്കൂറും 20 മിനിറ്റും കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഈ 1 മണിക്കൂർ 20 മിനിറ്റ് നമ്മുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ്. ആ സമയത്ത് നമ്മൾ പള്ളിയിലിരുന്ന് ഇബാദത്തെടുക്ക്, നമസ്കരിക്ക്. പക്ഷേ പള്ളിയിലെ ഇമാമിനെ പിരിച്ചുവിടുന്ന കാര്യം തീരുമാനിക്കുന്നത് ഈ 1 മണിക്കൂറും 20 മിനിറ്റുമാണ്. നാട്ടിലെ മുഴുവൻ ഫിത്നയും ഫസാദും തുടങ്ങുന്നത് ഈ ഫിത്ന കമ്മിറ്റി ഒക്കെ. ഏത് പള്ളിയിൽ നോക്ക്, ഇവിടത്തെ പള്ളിയുടെ കാര്യമല്ല പറയുന്നത്, ഏത് പള്ളിയുടെ കാര്യം നോക്ക്, ഫിത്നയുടെ ഹോൾസെയിൽ ഡീലർമാരുടെ സംഗമ വേദിക ഈ 1 മണിക്കൂറും 20 മിനിറ്റുള്ള മഗ്രിബ് ഇശായിനിടയിലായിരിക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട, ഒരു സംശയം വേണ്ട. നാട്ടിലെ മുഴുവൻ കാര്യങ്ങളും അപ്പോഴാണ് ചർച്ച. എന്താ വിശുദ്ധ ഖുർആൻ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ വെറുതെ ഇരിക്കുന്നവനോട് വന്നിട്ട് ചോദിക്കും. ഉമർ തങ്ങൾ ചോദിക്കുന്നത് മുസാഫഹത്ത് ചെയ്ത് മുആനൊക്കെ ചെയ്തിട്ട് നെഞ്ചത്തോട്ട് ചായ്ച്ച് കിടത്തിയിട്ട് തലോടിക്കൊണ്ടല്ല ചോദിക്കുന്നത്, വാളെടുത്ത് കഴുത്തിൽ വെച്ചിട്ട് ചോദിക്കും, എന്താണ് അവിടെ ഇരിക്കുന്നേ, നീ എന്താ അവിടെ ഇരിക്കുന്നത്? അത് നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുക. എന്താ ജോലി? അത് ഇന്ന ജോലിയാ. എന്താ പോവാത്തത്? എന്ന് പോയില്ല, പോടാ. പള്ളി നോട്ടിക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോയി അധ്വാനിച്ചിട്ട് പോടാ. ഉമർ തങ്ങൾ വ്യത്യസ്തമായ ഭരണം കാഴ്ചവെച്ച ആളാ. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണം ഇന്ത്യയിൽ വേണമെന്ന് ഖലീഫ ഉമറിന്റെ ഭരണം ഇന്ത്യയിൽ വേണമെന്ന് ഗാന്ധിജി പറഞ്ഞ അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? വ്യത്യസ്തമായ ഭരണം. ബന്ധുക്കൾ അടുത്ത് താമസിക്കരുത്, ദൂരെ താമസിക്കണം. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ബന്ധം നിലനിൽക്കും. അടുത്ത് താമസിക്കരുത്. ഉമർ തങ്ങൾ കൃത്യമായിട്ട് അത് ഇടപെടൽ നടത്തിയിരുന്നു. ബന്ധുക്കൾ അടുത്ത് താമസിക്കാൻ പാടില്ല, ദൂരെ താമസിക്കണം എന്ന് ഉമർ റളിയല്ലാഹുവിന്റെ ആ ഭരണ പരിഷ്കാരങ്ങളിൽ ഉണ്ടായിരുന്നു. അതിലൊരു പരിഷ്കാരമാണ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ കിടക്കുന്നവനടുത്ത് എനിക്ക് പോടാന്ന് പറയുന്ന പരിഷ്കാരം. എന്തുകൊണ്ടാണ്? നീ പോയി അധ്വാനിക്കണം, മടിയനായിട്ടിരിക്കാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി, കട തുറക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. സാധനങ്ങൾ കട തുറന്നിട്ട് നമ്മൾ തന്നെ ഇരിക്കുക, സാധനങ്ങളൊക്കെ എന്തിനാ സാധനങ്ങളൊക്കെ? എന്റെ റബ്ബ് വിശാലമായ ഖജനാവിന്റെ ഉടമയല്ലേ, അതുകൊണ്ട് അള്ളാഹു നോക്കിക്കോളും. പറ്റൂല, കാശിറക്കിയിട്ട് സാധനങ്ങൾ വാങ്ങിയിടണം, എങ്കിലേ അത് ആളുകൾ വാങ്ങിക്കൊണ്ടു പോവുള്ളൂ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ കൃത്യമായി ചെയ്യണം. അപ്പൊ തവക്കുൽ ഏൽപ്പിച്ചാൽ, അതുപോലെ ചില ആളുകൾ പറയും, എന്താണ്, എന്തെങ്കിലുമൊക്കെ പിന്നെ ശരീരത്തിന് ഹാനികരമാകുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പറയും, അള്ളാഹുവിന്റെ കയ്യിലല്ലേ, അത് അവൻ നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ, ട്രെയിനിന്റെ മുമ്പിൽ ചേറി പാഞ്ഞു വരുന്ന എക്സ്പ്രസിന്റെ മുന്നിൽ ചാടി കയറിയിട്ട് എന്റെ റബ്ബിനെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ, നമ്മളെ റബ്ബിനെ അങ്ങോട്ട് ഏൽപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളത് ആലോചിച്ച് നോക്ക്. നമ്മൾ പറയില്ല സ്റ്റിക്കറായി പോകുന്നു, അങ്ങനെയല്ല. ഇതിനെ പിന്നെ എവിടെന്ന പുറക്കിയെടുക്കുക? 4 ഭാഗത്തേക്ക് തെറിക്കും, വെള്ളം ചീറ്റും പോലെ. ഇത് ചെയ്യാൻ പാടില്ല. ഒരു ദിവസം മഹാനായ അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാൻ, ഒരിക്കൽ മലയുടെ മുകളിൽ ഈസാ നബി ഇരിക്കുകയാണ്. ഈസാ നബിക്ക് സർവ്വ ചരിത്രങ്ങളും അദ്ദേഹം പർവ്വതങ്ങളുമായി കേന്ദ്രീകരിച്ച് കിടക്കുക. ലബനാൻ പർവ്വതം, അങ്ങനെ പല പർവ്വതങ്ങളും. കാരണം എന്താണ്? ഈസാ നബിയുടെ കാര്യം എന്താ? അതാണ് നമ്മുടെ ഈ പിന്നെ മാതാപിതാക്കൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് മക്കളുടെ കാര്യം, അല്ലേ? മറിയം ബീവി ഈസാ നബിയെ ഗർഭം ധരിച്ചത് പർവ്വതത്തിന്റെ മുകളിൽ വെച്ച്, അല്ലേ? മലയുടെ മുകളിൽ വെച്ച്. അവിടെ നിന്നാണ് ഇറങ്ങി വന്ന് വെള്ളം കുടിച്ചത്, അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഈസാ നബിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്ക്, എല്ലാം മലയും പർവ്വതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാൻ. പർവ്വതത്തിന്റെ മുകളിൽ ഈസാ നബി ഇങ്ങനെ ധ്യാന നിമഗ്നനായി ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ കയറിപ്പറ്റി ആര്? ശൈത്താൻ. ഈസാ നബിയുടെ മുമ്പിലെത്തിയിട്ട് ശൈത്താൻ ചോദിച്ചു, അല്ല ഈസാ നബിയെ, ഒരു സംശയം ചോദിച്ചോട്ടോ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ വിധിയല്ലേ? എല്ലാം പടച്ചോന്റെ വിധിയല്ലേ? അതെ, അള്ളാഹു വിധിച്ചതല്ലാതെ ഒന്നുമില്ല. എന്നാലേ നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് അങ്ങ് ചാട്. അത് അള്ളാന്റെ വിധിയല്ലേ, അങ്ങ് ചാടിയേക്ക്, റബ്ബ് വിധിച്ചതല്ലേ. അപ്പൊ നമ്മളാണെങ്കിൽ എന്ത് പറയും? ഒന്നുകിൽ നമ്മൾ മുട്ടുപറയ്ക്കും, ശരിയാണ്, ഞാൻ ഇപ്പോഴാണ് അത് ചിന്തിച്ചത്, എല്ലാം റബ്ബിന്റെ വിധിയല്ലേ. അങ്ങനെയാണ് പലരും പല ആശയങ്ങളിലേക്ക് പോകുന്നത്. ആരെങ്കിലും എവിടെയെങ്കിലും ഊതി കൊടുക്കുക, എന്നാ വിവരമുള്ളവരോട് ചോദിക്കൂ, അതില്ല. വിവരമുള്ളവരോട് ചോദിക്കൂ, അതില്ല.
അപ്പൊ അങ്ങനെയാണ് ജനങ്ങൾ പിഴച്ചു പോകുന്നത്. ഈ ഈസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? ശൈത്താനോട് പറഞ്ഞു, എടാ ശൈത്താനെ, അള്ളാഹ്ക്ക് നമ്മളെ പരീക്ഷിക്കാം, പക്ഷെ നമ്മൾ പടച്ചവനെ പരീക്ഷിക്കാൻ നിൽക്കരുത് കേട്ടാ. ചാടിയാൽ എന്റെ റബ്ബിന്റെ വിധിയാണെന്ന് പറഞ്ഞ് ഞാൻ ചാടരുത്. അത് റബ്ബിനെ പരീക്ഷിക്കുന്നതാണ്. റബ്ബിന് നമ്മളെ പരീക്ഷിക്കാം, ഒരിക്കലും നമ്മൾ റബ്ബിനെ പരീക്ഷിക്കാൻ പാടില്ല. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം.